മറ്റാരെയും കണ്ണീര് കാണണ്ട. എല്ലാവരും ചതിക്കുന്നവരാ. അമ്മേ, സുചിത്രയെടുത്തിയെ തെറ്റിദ്ധരിക്കരുത്. സുചിത്രയെടുത്തി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആരറിഞ്ഞു അങ്ങനെയാണെന്ന്? ശരി പോട്ടെ, സുചിത്ര അറിഞ്ഞിട്ടില്ലെന്ന് തന്നെ വെച്ചോ. ഭർത്താവിനെ നിയന്ത്രിക്കാറുണ്ടല്ലോ, അതെന്താ ചെയ്യാത്തത്? അതിന്റെ അർത്ഥം മൗന സമ്മതം എന്നല്ലേ? അല്ല, വസന്തേച്ചിയെ പോലെ എല്ലാവർക്കും ഭർത്താവിനെ വരച്ച് വരല് നിർത്താനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അച്ഛ, സുചിത്രയെടുത്തി പാവം. ഇതൊന്നും ഈ പാവ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആര് പാവമാണെങ്കിലും ഭയങ്കരമാണെങ്കിലും കൊള്ളാം. പ്രകാശം മാത്രം അങ്ങനെ പണം കൊണ്ടുപോകണ്ട. അതിന്റെ പകുതി പണം 2.5 ലക്ഷം രൂപ എനിക്കും വേണം. ചന്ദ്രു, നീ കേട്ടില്ലേ? വസന്തയ്ക്കും പണം വേണമെന്ന്. വന്ദനെ, നിനക്ക് വേണ്ടേ പണം? എല്ലാവർക്കും പണം മതി. അച്ഛനെ അമ്മ ആർക്കും വേണ്ട. അച്ഛാ, അത് ഇറങ്ങടി, ഇറങ്ങിപ്പോയിക്കോണം. ഒരൊറ്റ എണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങാൻ. ഇറങ്ങിപ്പോടി. ഞാനും കൂടി കൂട്ടുനിന്നിട്ടാ പ്രകാശേട്ടനാ പൈസ തട്ടിയെടുത്തതെന്ന് അച്ഛനമ്മ വിശ്വസിച്ചിരിക്കുന്നത്. എഴുതി അപ്പോഴത്തെ ദേഷ്യത്തിന് അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ഞങ്ങളെയൊക്കെ നന്നായിട്ട് സുചിത്രയെടുത്തി അറിയാം. ഈ കുടുംബത്തിലുള്ളവർക്ക് ദോഷം വരുന്നതൊന്നും ചിന്തിക്ക് പോലുമില്ലെന്ന് അമ്മ ഒരു 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മടുത്തു. ഒരു മുഴുക്കുടിയനോടൊപ്പാണെങ്കിലും പെണ്ണുപിടിയനോടൊപ്പാണെങ്കിലും ജീവിക്കാം. പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. പല പ്രാവശ്യം പ്രകാശേട്ടനോടൊപ്പമുള്ള ജീവിതം മടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് വിചാരിച്ചതാ മോളെ. അങ്ങനെ ഇറങ്ങിപ്പോയാൽ തന്നെ ചെന്ന് കയറാൻ ഒരു സ്ഥലമില്ലല്ലോ. കണ്ടവരുടെ എച്ചിൽ പാത്രം കഴുകി നിത്യവൃത്തി കഴിക്കുന്ന എന്റെ അമ്മയ്ക്ക് മോൾ ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നുണ്ടല്ലോ എന്ന ഏക ആശ്വാസമുണ്ട്. മാധവേട്ട, ജഗന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. കുറുപ്പ് സാറ്. കുറുപ്പ് സാറോ? ഇരുന്നാട്ടെ. ഞാൻ മാധവൻ നായരുടെ വിരുന്നുകാരനായിട്ട് വന്നതൊന്നും അല്ല. അല്ലെങ്കിലും കുറുപ്പ് സാറ് ഞങ്ങൾക്ക് വിരുന്നുകാരനല്ലല്ലോ, ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ. ഇരിക്കു സാറേ. ചന്ദ്രു, ചായ എടുക്ക. ഞാനിപ്പോ എടുക്കാം. വേണ്ട. അതെ, എന്റെ മകൻ ഇവിടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഞാൻ വിളിക്കാം. വേണ്ട 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 വേണ്ട. വല്ല അരിയാട്ടാനോ ചമ്മന്തി അരയ്ക്കാനോ പോയതായിരിക്കും. രാത്രിയില് വലിയൊരു തട്ടുകട ബിസിനസ് നടത്താനുള്ളതല്ലേ, ബുദ്ധിമുട്ടിക്കരുത്. സാറ് ഇരിക്കേ. ജഗനെ കാണാൻ വന്നതാണോ? അല്ല, ഞാന്
എന്റെ മരുമകന്റെ കാര്യവുമായിട്ട് വന്നതാ. സംശയിക്കണ്ട, മരുമകൻ എന്ന് പറഞ്ഞത് ഇവിടത്തെ മുടിയനായ പുത്രൻ മനോജിന്റെ കാര്യം തന്നെയാ. കുറച്ചു മുന്നേ ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. അയ്യോ സാർ, കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ അതറിയൂ. ടെൻഷൻ വേണ്ട, പറയാം. കാര്യം നിങ്ങളോട് ബോധിപ്പിക്കാനല്ല ഞാൻ ഇവിടം വരെ വന്നത്. മാധവൻ നായർക്ക് മക്കളോട് ഇപ്പോഴും പക്ഷപാതപരമായ നിലപാട് തന്നെയാണല്ലോ, അല്ലേ? അതുകൊണ്ടാണല്ലോ അവന്റെ ഭാര്യയായ എന്റെ മോളുടെ മുന്നിൽ വെച്ച് മനോജിനെ ആക്ഷേപിച്ചിറക്കി വിട്ടത്. അയ്യോ സാറേ, അത് പ്രകാശൻ എന്നെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയായിരുന്നു, അല്ലാതെ ഞാനങ്ങനെ. ചന്ദ്രിയാമ്മേ, എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് നിസ്സഹായത അഭിനയിക്കുന്നത് മാധവൻ നായരുടെ സ്ഥിരം സ്റ്റൈലായതുകൊണ്ട് ഇതിനൊന്നും ചെവി തരാൻ കുറുപ്പിന് സൗകര്യമില്ല, മനസ്സില്ലെന്നേ. അതെ, എനിക്ക് സംസാരിക്കാനുള്ളത് പ്രകാശനുമായിട്ടാ.